ഹലോ എവരിവൺ, ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പൂത്തിരൻസ്. നമ്മളിന്ന് കാണുന്നത് പ്രിന്റഡ് ജോർജറ്റിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് പ്രിന്റഡ് ജോർജറ്റിലുള്ള ഫാബ്രിക് കൊണ്ടുവന്നിരിക്കുന്നത്. കോട്ടണിലുള്ള ഫാബ്രിക്കിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് പ്രിന്റഡ് ജോർജറ്റ്, അതുപോലെ ക്രേപ്പ് ഫാബ്രിക്സ്, അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൂടെയെന്ന്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു അമേരിക്കൻ ക്രേപ്പ് ഫാബ്രിക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് പ്രിന്റഡ് ജോർജറ്റ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത, ഇത് വന്നിരിക്കുന്നത് 58 ഇഞ്ച് വിഡ്ത്തിലാണ്, അതായത് 58 ഇഞ്ച് വിഡ്ത്തിലാണ് ഈ ഫാബ്രിക് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 125 പെർ മീറ്ററിലാണ്. അപ്പോൾ 58 ഇഞ്ച് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഒത്തിരി വിഡ്ത്ത് കൂടുതലാണ്. അപ്പോൾ നമുക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ ഫാബ്രിക്കിൻ്റെ കൺസംഷൻ കുറവ് മതിയാവും. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 58 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നോർമലി നമ്മൾ ചെയ്തിരുന്നതെല്ലാം തന്നെ 44 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ റണ്ണിങ് ഫാബ്രിക്കിൻ്റെ വീഡിയോ എല്ലാം തന്നെ ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് പ്രിന്റഡ് ജോർജറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എൻ്റെ അടുത്തും ഇത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതൊന്ന് വീഡിയോ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഓൺലൈൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. എല്ലാത്തരം ഫാബ്രിക്കുകളും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെർച്ചിങ്ങും അത് പ്രൊക്യൂറിയിലൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ നടക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പ്രിന്റഡ് ജോർജറ്റ് ഫാബ്രിക്കാണ്. വിഡ്ത്ത് വന്നിരിക്കുന്നത് 58 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 125 പെർ മീറ്ററിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും ഇതിലൊരു ഫാബ്രിക് വെച്ചിട്ട് തന്നെയാണ്. നമുക്കത് ലാസ്റ്റ് കാണാം. അപ്പോൾ ഇന്ന് കാണുന്നത് 2 പ്രിൻറ്റിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ്. 2 പ്രിൻ്റാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. അത് ഡിഫറെൻറ്റ് കളേഴ്സിലും ആ പ്രിൻ്റ് തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മൊബൈലിലാണ്. അപ്പോൾ 10 to 15% ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുന്നതാണ്. നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിനെല്ലാം അറിയാം എത്രത്തോളം ഡിഫറൻസ് വരുന്നുണ്ടെന്നുള്ളത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുള്ളവർക്ക് വേണ്ടി പറയുന്നതാണ്. ഒരു 10 to 15% അഡ്വാൻസ് ചെയ്ത് പറയുന്നതാണ്. ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം. അപ്പോൾ പ്രിന്റഡ് ജോർജറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ 2 പ്രിന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനകത്ത് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റാണ് നമ്മളിന്ന് കാണുന്നത്. ഞാൻ വേറെ ചെയ്തിട്ടുള്ള പ്രിൻ്റ് അല്ല. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് കണ്ടില്ലേ, 58 ഇഞ്ച് വിഡ്ത്തിലാണ് ഈ ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഒരു പിങ്ക് കളറിലുള്ളതാണ് നമ്മൾ ഫസ്റ്റ് വൺ കാണുന്നത്. അപ്പോൾ ഇത് വിത്ത് ലൈനിങ്ങിൽ തന്നെ ചെയ്യണേ. ക്രേപ്പ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആവശ്യമുള്ളവർ മാത്രം ലൈനിങ് ചെയ്താൽ മതിയെന്ന്. പക്ഷേ ഇത് നമുക്ക് വിത്ത് ലൈനിങ്ങിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നതും വിത്ത് ലൈനിങ്ങിൽ തന്നെയാണ്. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒത്തിരി ട്രാൻസ്പെറൻ്റ് അല്ല, പക്ഷേ ഇത് നല്ലത് വിത്ത് ലൈനിങ്ങിൽ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ക്ലോസ് വ്യൂയിലേക്ക് വരുമ്പോൾ കുറച്ച് കളർ ചേഞ്ച് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇത് വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ്. അതിനകത്ത് വൈറ്റ് കളറിലുള്ള പ്രിൻ്റാണ്. എല്ലാം തന്നെ ഡിജിറ്റൽ പ്രിൻ്റിലാണ്. ഫ്ലോറൽ പാറ്റേൺ ആണ്. അതിനകത്ത് ലീവ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, അതിൻ്റെ അതുപോലെ ചെടിയുടെ തണ്ടുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ 58 ഇഞ്ച് വിഡ്ത്തിലാണ്. നല്ല വിഡ്ത്തുള്ള ഫാബ്രിക് തന്നെയാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 125 പെർ മീറ്ററിലാണ് കേട്ടോ. ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് 3 കളറും കൂടെ അവൈലബിൾ ആണ്. ടോട്ടലി ഈ ഒരു ഫാബ്രിക്കിൽ 4 കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഗ്രീൻ കളറിൽ വന്നിട്ടുള്ളതാണ്. ഒരു ലൈറ്റ് ഗ്രീൻ ആണ്. ചെറുപയർ പച്ച എന്ന് പറയില്ലേ, അതിൻ്റെയൊക്കെ ലൈറ്റർ ടോണിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റ് തന്നെയാണ്. പ്രിന്റ് എല്ലാം സെയിം തന്നെ, കളറിന് മാത്രമാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഞാൻ വെച്ച് കാണിച്ചു തരാം ഇത് വെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആലിയ കട്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലെയുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ എന്താ പറയുക, കുറച്ചധികം വണ്ണമുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നന്നായി കംഫർട്ടായിട്ട് ഇങ്ങനെ ഒതുങ്ങി കിടന്നോളൂ. ബോഡിയോടൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന പോലെ നന്നായിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ്. 125 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 58 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ കുറച്ച് മതിയാവും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് വൺ ഒരു ബ്ലാക്കിൽ വന്നിട്ടുള്ളതാണ്. സെയിം പ്രിന്റ് തന്നെയാണ്, ബ്ലാക്ക് കളറിലാണ് ഫാബ്രിക്കിൻ്റെ കളർ പോയിരിക്കുന്നത്. ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണല്ലോ ഈ ബ്ലാക്ക് ക്രീം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേൺ ഇങ്ങനെയായിരിക്കും വരുന്നത്. 58 ഇഞ്ച് വിഡ്ത്തിൽ 58 ഇഞ്ച് വിഡ്ത്ത് 125 പെർ മീറ്ററിലാണ് പ്രൈസ് വന്നിരിക്കുന്നത്.
ലാസ്റ്റ് വൺ ഈ ഒരു കളറിൽ തന്നെ, ഈ ഒരു പ്രിന്റിൽ തന്നെ ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്ലൂ കളറിലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ, ഒത്തിരി ഡാർക്ക് ആയിട്ടുള്ളതല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതും ഒന്ന് വെച്ച് കാണിച്ചു തരാം. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇത് വരുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ തന്നെയാണ്, എല്ലാം തന്നെ സെയിം പ്രിന്റ്, കളറിന് മാത്രമാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. 58 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 125 പെർ മീറ്ററിലാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഇപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടത് കുറച്ച് വലിയ പ്രിന്റ് ആയിരുന്നല്ലോ, ഇനി നമ്മൾ കാണുന്നത് ചെറിയ പ്രിന്റാണ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം പ്രിന്റ് തന്നെയാണ്. അതിൻ്റെ തന്നെ നമുക്ക് 4 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ബ്ലാക്ക് എന്ന് പറയില്ലേ, ആ ഒരു കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നേവി ബ്ലൂയുടെ ഡാർക്ക് ടോൺ, ആ ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കുഞ്ഞു 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 ഫ്ലവേഴ്സാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. പീച്ച് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകവും പുറവും ഉണ്ട്, അതുകൊണ്ടാണ് ഈ കളറിന് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വേറൊരു കളർ തോന്നുന്നത്. ശരിക്കും ഇതൊരു ബ്ലൂ കളറാണ്, ബ്ലൂ ബ്ലാക്ക് എന്ന് പറയില്ല, ആ ഒരു കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. ചെറിയ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കും വലിയ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി 2 തരത്തിലുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ക്ലോസ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു കോഫി ബ്രൗൺ കളറിലുള്ളതാണ് കേട്ടോ. സെയിം പ്രിന്റ് തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്ന. ആ ഒരു എന്താ പറയുന്നത്, കളറിന് മാത്രമാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. നല്ല ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് അകവും പുറവും ഉണ്ട്. അപ്പോൾ ഈ ഒരു കളറിലാണ്, കോഫി ബ്രൗൺ കളറിലാണ്. അതുപോലെ ഇതിൻ്റെ പ്രിന്റിൻ്റെ കളറിനും ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. കോഫി ബ്രൗണിനകത്ത് തന്നെ ബ്ലൂവും അതുപോലെ തന്നെ ഒരു ലൈറ്റ് യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സും ലീവ്സും ഒക്കെയാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ളതാണ്. നല്ല ജെറ്റ് ബ്ലാക്ക് എന്ന് പറയില്ലേ, ആ ഒരു ബ്ലാക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. അതിനകത്ത് പോയിരിക്കുന്ന ഫ്ലവേഴ്സ് പീച്ച് കളറിലുള്ളതാണ്. പീച്ച് കളറിലുള്ള ഫ്ലവേഴ്സും ഗ്രീൻ കളറിലുള്ള ലീവ്സും ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ പ്രിന്റ് പോയിരിക്കുന്നത്. എല്ലാം ഡിജിറ്റൽ പ്രിന്റിലാണ്. നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ജോർജറ്റ് ഫാബ്രിക് ആണ്. 58 ഇഞ്ച് വിഡ്ത്തിലാണ്. 125 റുപ്പീസ് പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല ഒഴുകി കിടക്കുന്ന പോലത്തെ ഫാബ്രിക് തന്നെയാണ് കേട്ടോ. നമുക്ക് ലേഡീസിന് മാത്രമല്ല, കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനോ അതല്ലെങ്കിൽ ഇങ്ങനെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനോ ഒക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ലാസ്റ്റ് കാണുന്നത്, ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് വൺ കാണുന്നത്, ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളറാണ്. ഒരു ഡാർക്ക് പീക്കോ ഗ്രീൻ എന്ന് പറയില്ലേ, ആ ഒരു ഗ്രീനിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ള കളറാണ്, വെച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക് തന്നെയാണ്. എങ്കിലും ഇതിൻ്റെ ക്ലോസ് വ്യൂവിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതിനകത്ത് പോയിട്ടുള്ള പ്രിന്റ് എങ്ങനെയാണ് പോകുന്നതെന്ന്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിന്റ് പോകുന്നത്. നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. പീച്ച് കളറിലുള്ളതും അതുപോലെ ലൈറ്റ് യെല്ലോ കളറിലും ഉള്ളതുമായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കണ്ടതെല്ലാം തന്നെ പ്രിന്റഡ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. വിഡ്ത്ത് വന്നിരുന്നത് 58 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 125 റുപ്പീസ് പെർ മീറ്ററിലാണ്. എല്ലാവരും ഒന്നും കൂടെ മനസ്സിലാക്കുക, 125 റുപ്പീസ് പെർ മീറ്റർ, 58 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ ജോർജറ്റ്, പ്രിന്റഡ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഇന്നത്തെ വീഡിയോ വന്നിരുന്നത്. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ട വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഔട്ടാകുന്ന വീഡിയോയുടെ പിക്ചർ നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് പിക്ചർ കണ്ട് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെല്ലാം തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പേരൊക്കെ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ആ നമ്പർ ചേഞ്ചായി നിങ്ങളുടെ മണി തന്നെ ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ QR കോഡ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ QR കോഡ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം സാധിക്കുന്നതാണ്. അങ്ങനെ അറിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നോക്കി വളരെ ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി 500 എബവ് വരുന്ന ബില്ലുകളെല്ലാം കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്.
ഔട്ട്സൈഡ് കേരളയ്ക്ക് നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500 ബിലോയ്ക്ക് വരുന്നതിനും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന്. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDC ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് പേര് ചോദിക്കുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ആണോ? അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആകുന്ന ഡേ മോർണിംഗ് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ, അങ്കമാലി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈലിൽ തന്നെയാണ്. ഒരു ഫിൽറ്ററും ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു 10 to 15% കളർ വേരിയേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ വാങ്ങിക്കാനായിട്ട്. നമ്മളിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ഫിൽട്രേഷനുള്ള വെച്ചിട്ടല്ല നമ്മളിത് പർച്ചേസ് ചെയ്യുന്നത്. എങ്കിലും ഫോട്ടോയും വീഡിയോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. മാക്സിമം ഞാൻ കാണിക്കാവുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്നും തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒത്തിരി ഫാബ്രിക്സ് വെച്ച് ചെയ്യാറുണ്ട്. മൊഡാല്, സെമി ടസർ, കോട്ടൺ ലിനൻ, പ്യുർ കോട്ടൺ, പ്യുർ ഹാൻഡ് ബ്ലോക്ക് കോട്ടൺ എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. പ്യുർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒന്ന് പറയുകയാണ്, 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് അതിനകത്ത് 3/4 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം വേണം അതെടുത്ത് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ക്ലോത്ത് ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഡിസൈനർ ടീമിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം: 8891060225, 8891060225. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:30 AM മുതൽ ഈവനിങ് 7:30 PM വരെയാണ്. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം രാവിലെ ആയിരുന്നു എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ്. പിന്നീട് അത് 2 എണ്ണം ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ പിന്നെയും പഴയതുപോലെ തന്നെ രാവിലെ 7:30 മുതലാണ് നമ്മൾ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 3 വീഡിയോ ആയിരിക്കും റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഉണ്ടാവുക. 7:30 AM, 8 AM, 8:30 AM. പിന്നെ 9 AM, 9:30 AM വരുന്നത് കോട്ടൺ ഷർട്ടിങ്ങോ അല്ലെങ്കിൽ കുർത്തയോ സാരിയോ ടേബിൾ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു സമയത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു 10:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, 9:30 AM ഷോപ്പ് വർക്ക് ആവുന്നത്, 7:30 AM വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്ന് മനസ്സിൽ എല്ലാവരും കരുതണം. അതുപോലെ തന്നെ കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഡിലേ വരുന്നത്. അതല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ പർച്ചേസ് ചെയ്യാനായിട്ട്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.